വെളുക്കുമ്പോൾ കുളിക്കുവാൻ പോകുന്ന വഴിവക്കിൽ വെലിക്കൽ നിന്നവനേ കൊച്ചു കേളിച്ചുണ്ടൻ മാമ്പഴം കാടിച്ചും കൊണ്ടെന്നോടു കിന്നാരം പറഞ്ഞവനേ എന്നോട് കിന്നാരം പറഞ്ഞവനേ. എല്ലാ കുഞ്ഞീപ്പ എന്നെ ആരാട് ഒളിഞ്ഞു നിന്ന് നോക്കണത്? നമ്മളിയാ എന്റെ പൊന്നാരെത്താത്തെ നമ്മൾ ആരും നോക്കിയിട്ടൊന്നുമില്ല. നമ്മളൊരു പാട്ട് പാടിയതാണ്. അല്ല നീ നിങ്ങളെ കയ്യിൽ ഇപ്പൊ ഈ കവറൊക്കെ എന്റെ അടുത്ത് കുറച്ച് പഴമ്പൊരു ഉണ്ണിയപ്പൊക്കെ കൊണ്ടോണ്ടേ, അതിന് കൊണ്ടുവന്നാണ് ഞമ്മളിത്. എന്റെ റബ്ബേ, ഏതായാലും ഇപ്പൊ നിങ്ങള് വന്നത് നന്നായി. അവിടെ വെച്ചാളി, ഇവിടെ വെക്ക. ഈ അന്നെ പറ്റി നാട്ടുകാര് പലതും പറഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മളെ പറ്റി നാട്ടുകാര് പറഞ്ഞിട്ട് ഇനി ഞമ്മക്ക് എന്തിത്താ? എടീ ഒരിക്കലും പഴമ്പൊരില്ലേ, അതില് എണ്ണയില് മായം ചേർക്കുന്നുണ്ട്. നമ്മളോ? നമ്മള് പൊരിക്കുന്നതിൽ എണ്ണ ഇടുന്നില്ല, എന്നിട്ടല്ലേ എത്താത്തേ പിന്നെ ഒരു കാര്യം കൂടെ എന്നോട് പറയാണ്ട്. എന്റെ അടുത്ത് ചക്കപ്പൊരി ഭയങ്ങില്ലേ, ഞാൻ അതിന്റെ കായും തന്നില്ല. ചക്കപ്പൊരിയിലെ വലിയൊരു പല്ലിന്റെ ബാല് നിങ്ങൾ ഇങ്ങോട്ട് കാട്ടിയത്. എടീ അത് കണ്ടപ്പോ നമുക്ക് വിഷമായടി. ഹലോ, എന്തേലും പല്ലി മുഴുവൻ ഇല്ലാഞ്ഞിട്ടേനി. കാക്ക കണ്ടപ്പോളെ ആക്രാന്ത പിടിച്ച് ഭാരി 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 ഇങ്ങനെ വീങ്ങടി. അതിന്റെ കൂടെ ആ പല്ലീന് വീങ്ങടി. അല്ലെങ്കിൽ ഇക്കാക്കയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും പറ്റിയ? കാക്കൊക്കെ പറ്റടി. കാക്ക പല്ലി ബാലാട്ടി 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 ഉള്ള പാറ്റേരൊക്കെ ഇങ്ങനെ തിന്നാടടി. ഇക്കാക്കിയോ? ഇനിയിപ്പൊ എത്താ നമ്മള് കാട്ടണ? നമ്മള് എന്താണടി അതിന് കാട്ടേണ്ടത്? ഞാനേ ആശാവർക്കറാ. അല്ലോ, കണ്ടതിൽ സന്തോഷം. നമ്മള് കുഞ്ഞീബി. ആയിക്കോട്ടെ, നമ്മളിപ്പം പോയിട്ട് വരട്ടോ കുഞ്ഞീബിയെ. എന്താ കണക്കെടുക്കാൻ വന്നതാ? അല്ലോ, നമ്മളിവിടെ ആരും കണക്കെടുക്കില്ലല്ലോ, നമ്മളൊക്കെ എഴുതലാണ്. ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ഇപ്പൊ നമ്മളേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങക്ക് കുട്ടികൾ എത്രയുണ്ട്? ഞമ്മക്ക് ഇതുവരെ കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താ അതിന്റെ മാർഗം നോക്കിയില്ലേ? അല്ലോ, ഈ മാർഗം നോക്കണ ആളാണ് മോളെ. ആ ഔത്തെങ്ങനെ കൊയഞ്ഞു കിടക്കണ്, പിന്നെ എത്ത് മാർഗം നോക്കാനാണ്? നിങ്ങളെ പേരിൽ എന്തൊക്കെയാ അവിടെ ഉള്ളത്? നമ്മളെ പേരില് കുറച്ച് പേര് ദോഷമൊക്കെ ഉണ്ട്. നാട്ടുകാര് പറഞ്ഞുണ്ടാക്കിയതാ. അല്ല, ഇവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇവിടെ ഇപ്പൊ ഇക്കാക്കയ്ക്ക് ഇപ്പൊ ഒരു 6 ഉണ്ട്. അല്ല, പമ്പാറ്, പെരിയാറ്, മണിമലയാറ്, ഇതിലൊക്കെ ഏതെങ്കിലും ആണ് നിങ്ങളെ കാക്കേന്റെ ആറ് പെടുക? അതിപ്പോ ഏതാറാന്ന് ഇപ്പൊ ഞമ്മക്ക് നിച്ചല്ല. എന്നാ ഞങ്ങൾക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ അങ്ങോട്ട് തരാം. ഹലോ, ഞമ്മക്ക് സന്തോഷായിട്ടോ. എന്തിനാ? ഹലോ, ഞമ്മളേക്കാണെങ്കിൽ ഹലോ എന്റെ കുഞ്ഞിബേജ് കുറച്ച് പൗഡർ ഇട് എന്ന് പറഞ്ഞു. മൂപ്പരിക്കാണെങ്കിൽ മേല് മുഴുവൻ അങ്ങോട്ട് പൗഡർ ഇട്ടാണ്ട് കുളിപ്പിക്കണം. ഞമ്മക്ക് അഞ്ചരവിടെ പൗഡറും ഇല്ല. കുറച്ച് തോന്നി ഇങ്ങോട്ട് തന്നോളി. എന്താണിത്? ബ്ലീച്ചിങ് പൗഡർ ആണിത്. വെള്ളത്തിലിടുന്നതാണ്, വെള്ളം ക്ലീൻ ആക്കുന്നത്. ഇത് നിങ്ങൾക്ക് മുഖത്തിടുന്ന പൗഡർ അല്ലത്. റബേ, ഇപ്പൊ പറഞ്ഞത് നന്നായിട്ട മോളെ. അല്ലെങ്കിൽ ഇപ്പൊ ഞമ്മളത് കൊണ്ട് ഇക്കാന്റെ മേല് മുഴുവൻ അങ്ങോട്ട് പാരു. എന്നിട്ടാണെങ്കിലോ സ്ഥാനത്തൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പൊള്ളി. അതോ ഞമ്മളെ ഞമ്മക്ക് വയ്യണ്ടോളെ. എന്നാ ഞാൻ പോയിട്ട് വരാം. പോവല്ല മോളെ, പോവല്ല. അയ്യോ, പോവല്ല. ആരായി ചുറ്റി? അയ്യോ, കൊല്ലി. അല്ല, എന്തിനാ നിങ്ങൾ പിടിച്ചത്? മോളെ, നമ്മളെ മഞ്ചത് നന്നാക്കി തരുവോ? അല്ല, ഞാൻ ആരാ നിങ്ങളെ വിചാരം? നിങ്ങളെ മഞ്ച നക്കുന്ന ആളാ ഞാന്? എടീ, ഇവള് ആശാരിപ്പണി എടുക്കണ പെണ്ണല്ലേ? ഇത്താത്തെ നിങ്ങൾ ഒടുക്ക തരുവോ ചോറ്റിക? അതെ, നമ്മളെ മഞ്ച നന്നാക്കാൻ വന്ന ആളൊന്നല്ല. അത് ആശാ വർക്കറാണ് നീ. അതോ ഇത്താത്ത, നിങ്ങൾ ക്ഷമിച്ചാളി നീ. ആ ഇത്താത്തക്ക് കുറച്ച് ബുദ്ധിയില്ലായിണ്ട്. അല്ല, ആരെ കവർ ഇവിടെ കൊണ്ടിട്ടത്? ഇതാരെ കവറാ? നമ്മളതാണ്. എന്നാലിതാ അതിന് 5000 പെറ്റി കിട്ടി. ഞങ്ങളുടെ പെറ്റിട്ട് തന്നാളി. എന്ത് പെറ്റി തരുന്നില്ല, അത് ഇങ്ങോട്ട് അടയ്ക്കാനാണത്. ഇതൊന്നും അറിയില്ല. എന്റെ തല്ലടിയത് എന്റെ പൊരൽ ആരാടി ഇത് കൊണ്ടുപോയിട്ടത്? എന്റെ ഇത്താത്ത നോട്ടം മുളക്കാത്ത നോണയും പറഞ്ഞിട്ട് നടക്കണല്ലോ. എന്റെ തട്ടിക്കട എന്റെ പൊരൽ പിന്നെ ഇജ്ജല്ലാതെ ആരാടി കൊണ്ടുപോയിരുന്നത് കവറ്? അല്ല, നിങ്ങൾ ഇങ്ങനെ കച്ചറ വിടത്തെ ആരതാന്നുള്ള തീരുമാനമായിട്ട് മതി. അതും ഇത്താത്തൻ്റെത്. ഓളതാണ് ഇത്. എന്റെ തല്ലടി ഇത്. അപ്പൊ ഇങ്ങളെ ഇതല്ല അല്ല. അപ്പൊ ഇനിയിപ്പൊ ഇതിന് ചോദിച്ചു നിങ്ങൾ വരുവോ? നമ്മളെ വരൂലല്ലോ. ആഹാ, ഇങ്ങളെ കവർ അല്ലെങ്കിൽ ഞമ്മള് കോട്ടി തരാം. നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മളെ കവർ, ഞമ്മക്ക് ഇഷ്ടമുള്ളത്. നിങ്ങളെന്തിനാന്ന് കരയുന്നത്? അല്ല, എന്താ അത്? ഇത് കുറ്റാന്നറിയില്ല, കവറൊക്കെ ഇങ്ങനെ നിലത്തിട്ടും കളിക്കുന്നത്. ഇത് പ്രകൃതിക്ക് ദോഷാണ് കേട്ടോ. അതൊന്നും മനസ്സിലായില്ല?
അപ്പൊ എന്നും ഇതാണ് സ്ഥിരം പണി? ജോള് പറഞ്ഞു കേട്ടാ, ഇത് പ്രകൃതിക്കും സൗഹൃദത്തിനും ദോഷമാണ്. ഓടിച്ചു കൊടുക്കും. കോമഡി സിസ്റ്റേഴ്സ് നല്ല രസമുണ്ടായിരുന്നു. 3 പേരും കൂടെ ആദ്യമായിട്ടല്ലേ? നല്ല രസമുണ്ടായിരുന്നു. ചേച്ചിയെ അല്ല, 3 പേരും 3 പേരുടെ ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല ഓളായിരുന്നു. എസ്പെഷ്യലി ഇവരാണെങ്കിൽ ഈ ഒരു കോഴിക്കോടൻ ലാംഗ്വേജ് പിടിച്ചു. ഇവരാണെങ്കിൽ നമ്മുടെ സാധാ മലപ്പുറം കാർത്തി ആ ഒരു രീതിയിൽ നന്നായി. നല്ല ഒരു എനർജിന്റെ തുടക്കത്തിൽ നല്ല തുടക്കാണ്. ഞാൻ ആദ്യമായിട്ടാ കയറുന്നത്. ആദ്യത്തെ അഭിനയാണിത്. നന്നായിരുന്നു. ബിക്കോസ് തുടക്കത്തിൽ ഒരുപാട് കോമഡി, ചെറിയ 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 കോമഡി ബിറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാം. ബാറ്ററി ഇനിയും ചാർജ് ചെയ്യാനുള്ള ഒരുപാട് കഴിവുണ്ട്. സ്പെഷ്യലി നമ്മുടെ പച്ചക്കാരത്തി. പച്ചക്കാരത്തി ഭയങ്കര ആളാണ്. ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റൂല, നിക്കാൻ പറ്റൂല, എങ്ങനെ വെപ്രാളാണ്. എന്തായാലും നന്നായിരുന്നു. സൂപ്പർ കോമഡി സിസ്റ്റേഴ്സ്. സൂപ്പർ. പച്ചക്കറി ബാക്കി റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? ഓ വേണം വേണം. നോക്കിയാലോ? നോക്കാം നോക്കാം. ഓക്കെ. 7,000 rupees, 7,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മളെ ഇവിടെ മത്സരിച്ച് കുറെ പേർക്ക് കാശ് കിട്ടിയില്ല. ആദ്യമായിട്ടാണ് ഫുൾ എമൗണ്ട് ഒറ്റ കുടുംബത്തിലേക്ക് പോകണം. ഫുൾ എമൗണ്ട് ഒറ്റ കുടുംബത്തിലേക്ക് 2 പേര് 2 വീട്ടിൽ നിന്ന് വരുന്നു, ഷെയർ ചെയ്യണം. അതെ, പൈസ വേണ്ടേ? ഇപ്പൊ തന്നെ പൈസ തരും. ശ്വേത ചേച്ചിയാണ് അത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്. ഓക്കെ, ശ്വേത ചേച്ചി, കുടുംബത്തിലേക്കുള്ള 7,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ.